പറയണത് ഇപ്പൊ? അങ്ങനെയാണ് കാര്യങ്ങൾ. ഒന്നും രണ്ടും ചതിക്കുഴിയിലല്ല വെട്ടിക്കണത്. വേണമില്ല. അയാൾക്ക് നല്ല പാർട്ടികളുണ്ടെന്നൊക്കെ അപ്പോൾ മനസ്സിലായി. അയാൾക്ക് പാർട്ടി കൊണ്ടുവന്ന് തന്നുണ്ടെങ്കിൽ അയാൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ടോ, അതിനു വേണ്ടി പറഞ്ഞതാ. നീ ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചു. ഞാൻ വിളിക്കാം. വെക്കേഷനായിട്ട് വീട്ടിൽ കയറി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. നിർത്തേണ്ട ഒരു ഫീല്. എന്റെ ചേച്ചി എന്റെ കൂട്ടുകാരെല്ലാവരും ഊട്ടിക്കും തേക്കടിക്കും മൂന്നാർക്കൊക്കെ പോയേക്കുവാ. സിനിമയ്ക്ക് പോവാം. ആ എന്നിട്ട് സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ഐസ്ക്രീം വാങ്ങി വീട്ടിൽ വരാം. അതല്ലേ നിനക്ക് വേണ്ടേ? നിനക്ക് നേരെ നെയ്യാറ്റിങ്ങനെ വീട്ടിൽ പോവാം, കുട്ടികളെ കൊണ്ടുപോവാം. എന്നിട്ട് നെയ്യാച്ചനമ്മയും കാണിക്കും. അപ്പൊ ആ വഴക്കങ്ങ് മാറിക്കിട്ടുള്ളൂ. എന്റെ ഈ പൈസ ഒന്നും ഇല്ല. ആകെ ഇപ്പൊ എല്ലാ ചെലവും കേട്ട് 5000 രൂപ കയ്യിലുണ്ട്. 5000 ഉണ്ടല്ലേ? അതുകൊണ്ട് എങ്ങനെ പോവാനാ? അതുകൊണ്ട് എങ്ങനെ പോവാനാ? എന്തായാലും ഒരു 10 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരാം. 10 മണിക്ക് അയ്യോ, അതിനിപ്പോ എന്താ കുഴപ്പം? കേശു ഉണ്ടല്ലോ കൂടെ. അമ്മ അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പറ്റൂല അച്ഛാ. ഇതുവരെ അവർ കാണിച്ചു വിട്ടതെല്ലാം ഒരു പരിധിയുടെ തമാശ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടു കളഞ്ഞേ. പക്ഷെ ഇതങ്ങനെ വിടാൻ പറ്റൂല. അതിനുമ്പ് എന്റെ സ്വഭാവം മാറും. നിങ്ങൾ അവരുടെ ജോലി കളിക്കാൻ പോയാൽ നോക്ക്. ഞാൻ പറഞ്ഞേ എന്റെ സ്വഭാവം മാറുന്നതിന് മുമ്പ് ആ കൊച്ചു ഇവിടെ എത്തണം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ ആവായിരുന്നല്ലോ. ഇപ്പോൾ അവളെ തുറന്നു വിടും. അതാണ് അതിന്റെ കറക്റ്റ്. നമ്മൾ ഗ്രൗണ്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ വല്ലതും ചെയ്യാൻ. നീ എന്തിനാ ബഹളം വെക്കരുത്? ഞാനും പപ്പ ഇവിടെ ഇല്ലേ? പിന്നെ ആരാണ് ഇത് കാണരുത്? തുറന്നു വിട്ടോളൂ. തുറന്നു വിടും. ഭ്രാന്ത് കൂട്ടങ്ങളാണ്. എന്ത് ചെയ്യാനും മടിക്കൂല. ആണല്ലോ, അതുകൊണ്ടാണ് അവിടെ ഓടി പോന്നെ. അതിന് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട. പോയാൽ ഞങ്ങളിവിടെ വരാം. അല്ലെ ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ലെന്നേ. എടി നിനക്കെന്നെ അറിഞ്ഞൂടെ? കാടളയോ ഇങ്ങനെ എന്താ വന്നേ? കൊച്ചോടെ രാംകുമാറ. ഏത് വെച്ച്? രാംകുമാറെ വെറുതെ കളിക്കാൻ നിൽക്കരുത്.